അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. നമ്മളിപ്പോൾ ആദ്യം കണ്ടതൊരു ചൈനീസ് ഫ്രൈഡ് റൈസാണ്, എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ അതിന് ചേരുന്ന ഒരു വിഭവം തന്നെയാണ് ഞാൻ രണ്ടാമത്തെ റെസിപ്പിയായിട്ട് കരുതിയിരിക്കുന്നത്. ഇതും ഒരു ചൈനീസ് വിഭവം തന്നെ ആയിക്കോട്ടെ. ഇത് ഒരുപാട് സോസൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം സോസൊന്നും ഇല്ലാണ്ട് ഞാൻ ചെയ്തില്ലേ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കുറച്ച് സോസൊക്കെ ചേർത്തിട്ട് ചെയ്യാം. ഇത് കുറച്ച് സ്പൈസിയാണ്. സ്പൈസി എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ളൊരു വിഭവമാണ്. സെഷ്വാൻ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെഷ്വാൻ പ്രോൺസ്. സെഷ്വാൻ എന്ന് പറഞ്ഞപ്പോൾ ചൈനീസ് വിഭവങ്ങൾ തന്നെ പല ടൈപ്പുണ്ട്, പലതരം. ചിലതൊക്കെ വളരെ സിമ്പിൾ, ഒട്ടും തന്നെ എരിവില്ലാത്ത ചില വിഭവങ്ങൾ, അതേസമയം കുറച്ച് സ്പൈസി നല്ല എരിവുള്ള വിഭവങ്ങൾ. അപ്പോൾ സെഷ്വാൻ എന്നൊക്കെ പറയുന്നത്, സെഷ്വാൻ ഒരു പ്രവിശ്യയാണ്, ചൈനയുടെ തന്നെ ഒരു ഏരിയയാണ്. അതിന് സെഷ്വാൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്തുണ്ടാക്കുന്ന ചൈനീസ് വിഭവങ്ങൾക്കൊക്കെ പൊതുവേ നല്ല എരിവുള്ള നല്ല അങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് ഐറ്റംസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൈനീസ് ഐറ്റം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ചൈനീസ് ഡിഷസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ സ്വാദനം, പല രുചികളാണ്. എരിവിൻ്റെ കാര്യത്തിൽ ഒക്കെ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ഒരു പരിധി വരെ സോസ് മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. അതിൻ്റെ ചേരുവകൾ മറ്റു കാര്യം, പിന്നെ എന്തൊക്കെ ചേർക്കുന്നു, എത്ര അളവിൽ ചേർക്കുന്നു, അതിൻ്റെ കോമ്പിനേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മാറ്റങ്ങൾ. അപ്പോൾ നമ്മളൊരു സെഷ്വാൻ സ്റ്റൈലിലെ പ്രോൺസ് എന്ന് പറഞ്ഞാൽ നല്ല കൊഞ്ചിൽ നല്ല എരിവുള്ളൊരു കാര്യം ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊഞ്ച് 1/2 കിലോ കഴുകി വൃത്തിയാക്കി എടുക്കുക. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, സവാള ഒരു വലുത് ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 2 ടീസ്പൂൺ, വറ്റൽമുളക് അരച്ചത് 1 ടീസ്പൂൺ, ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, ചൈനീസ് റൈസ് വിനീഗർ 2 ടീസ്പൂൺ, സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞത് 1 കപ്പ്, വറ്റൽമുളക് 5-6, പഞ്ചസാര 1.5 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ സെഷ്വാൻ പ്രോൺസ്. അപ്പോൾ ആദ്യം വേണ്ടത്, ഇത് 1/2 കിലോ കൊഞ്ചിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ കൊഞ്ചിൻ്റെ വലിപ്പം ഏതുമാകാം. എൻ്റെ കയ്യിലൊരു ഇടത്തരം സൈസിലെ അല്പം വലുതെന്ന് തന്നെ പറയാം കൊഞ്ചാണ് ഉണ്ടായിരുന്നത്. ഇത് 1/2 കിലോ ആണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വാലൊക്കെ റീറ്റെയിൻ ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഷേപ്പ് കുറച്ചുകൂടെ വലുപ്പം തോന്നിക്കും. അതിൻ്റെ വാലിൻ്റെ അറ്റത്തെ ഒരു വാലും അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളൊരു ഭാഗവും കൂടി ഇളക്കി കളയാതെ സൂക്ഷിച്ചത്. പക്ഷേ ഞാനിതെല്ലാം ഇളക്കി കളഞ്ഞുപോയി. എന്തായാലും അതിൻ്റെ അകത്ത് ആ കറുത്ത സാധനം ഉണ്ട്, അതിൻ്റെ ആ മുതുകിലായിട്ട് അതിൻ്റെ കുറുക്ക് ഭാഗത്ത് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു കറുത്തൊരു സാധനം ഉണ്ടാവും. അതൊക്കെ ഇളക്കി വൃത്തിയാക്കി എടുക്കുക. ഇവിടെ റെഡിയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരല്പം പഞ്ചസാര, നമ്മളൊരു 1.5 ടീസ്പൂൺ പഞ്ചസാരയുടെ അളവാണ് പറഞ്ഞത്. 1 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ആ കൊഞ്ചിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കും. അപ്പോൾ നമ്മുടെ കൊഞ്ചിനെ കുറച്ച് പഞ്ചസാര 1 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ചൂട് കെട്ടിയുള്ളൊരു പാത്രം, അടപ്പുള്ളൊരു പാത്രം ആയിക്കോട്ടെ, അതിലേക്ക് ആദ്യം ഒരല്പം എണ്ണ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെഷ്വാൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്താലും സെഷ്വാൻ വിഭവങ്ങളെല്ലാം വറ്റൽമുളക് കാണാൻ സാധിക്കും. വറ്റൽമുളകിൻ്റെ ഒരു പ്രസൻസ് അതുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണയിൽ വറ്റൽമുളകിട്ട് ഒന്ന് മൂപ്പിക്കുക എന്നുള്ളതാണ്. എണ്ണ ചൂടായാൽ നമ്മളും ഒരു 4-5 വറ്റൽമുളക് അതിലേക്ക് ഇടണം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറ്റൽമുളക് 3, 4, 5 ഇരിക്കട്ടെ. ഒരു സ്പൈസി ആയിട്ടാണെന്ന് മനസ്സിലായതല്ലേ, വറ്റൽമുളക് തന്നെയാണ് ആദ്യമേ ഇടുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുന്നു. എണ്ണ നല്ല ചൂടാണ്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ സെലറി ഒരു 1.5 ടേബിൾ സ്പൂൺ. സെലറി എന്ന് പറഞ്ഞാൽ ഈ ചൈനീസ് വിഭവങ്ങളൊക്കെ ചേർക്കുന്ന ഒരു തരം ഇലയല്ല, തണ്ടാണ് ശരിക്കും. തണ്ടും ഇലയോടുകൂടി വരുന്ന ഒരു ചെടിയാണ്. സാധാരണയായിട്ട് തണ്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് നമ്മൾ അതിൻ്റെ ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് ചെറുതായിട്ട് അരിക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണമായിരിക്കും. ആ ഒരു എന്താ പറയുക, ആ പച്ച ആ ഇലയും അതിൻ്റെ തണ്ടും ഒക്കെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് വഴണ്ടത് വേണം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചതും ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ. ഒരു അല്ലിയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 8 വലിയ അല്ലി ചതച്ചെടുക്കുക. നന്നായിട്ട് ചതക്കുക, നന്നായിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ഈ സെലറി അതിൻ്റെ തണ്ടും ഇലയും എല്ലാം കൂടി ചേർന്ന് അരിഞ്ഞെടുത്തത് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചക്ക. പാടി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച്, ഒരു 8 വലിയ അല്ലി വെളുത്തുള്ളി ചതച്ച്. പിന്നെ ഈ വറ്റൽമുളക് നമ്മളൊരു 4-5 ഇട്ടിട്ടുണ്ട്. എണ്ണയിലാണെന്ന് ഇതെല്ലാം ഒന്ന് മൂക്കട്ടെ, നല്ലൊരു മണം വരും.
നല്ല മണമൊക്കെ വരും. മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നല്ലത് ചൈനീസ് സ്മെല്ല് വന്നു തുടങ്ങും. വെളുത്തുള്ളി, പച്ചമുളക്, സെലറി എല്ലാം കൂടി ചേർന്നൊരു വ്യത്യസ്തമായ. അപ്പോൾ വെളുത്തുള്ളി നല്ല മൂത്തു, ആ സെലറി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞു. അപ്പോൾ സവാള ബ്രൗൺ ഒന്നും ആകണ്ട, ഒന്ന് വാടി ഒരു ഇളം റോസ് കളർ, പിങ്ക് കളറായിട്ട് മാറിയാണ്. നന്നായിട്ടൊന്ന് വാടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറം മാറേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഒന്ന് വാടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ, കൊഞ്ച് ചേർത്ത് ആ പഞ്ചസാരയോട് കൂടി തന്നെ ചേർക്കാം. അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് വെച്ചിരിക്കുന്നുണ്ട്, കൊഞ്ചിൽ നിന്നും കുറച്ചിങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി ഇച്ചിരി ചാറായിട്ടിരിക്കും. അതോടുകൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ കൊഞ്ചിൻ്റെ മുളകും കൂടി ചേർത്ത് വരികയാണ്. കൊഞ്ചൊരു പിങ്ക് കളറായിട്ട് മാറും ചൂട് തട്ടി കഴിയുമ്പോൾ. ഇനി ഇതിലേക്ക് 2-3 കാര്യങ്ങൾ. ഒന്ന്, മുളക് പൊടി 2 ടീസ്പൂൺ. പിരിയൻ മുളക് പൊടി ആയിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ നല്ലത്. കാര്യം എരിവ് നിറം കാണും, എരിവ് കുറയും. 2 ടീസ്പൂൺ. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കാര്യം ഇത് കുറച്ച് എരിവായിരിക്കും. ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് 1.5 ടീസ്പൂണായിട്ട് മാറ്റും. ആദ്യം മുളക് പൊടി, അപ്പോൾ അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഇതിനോടൊപ്പം തന്നെ കിടന്നിങ്ങനെ വഴണ്ട് വരുമ്പോൾ മാറും. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ചില്ലി പേസ്റ്റ്, വറ്റൽ മുളക് അരച്ചത്. ഇത് അരിയോടുകൂടി അരച്ചതാണ്. 1 ടീസ്പൂൺ, ഒരു നല്ല ടീസ്പൂൺ ചേർക്കാം. ഇനി ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ വറ്റൽ മുളകിൻ്റെ അകത്തെ അരി മാറ്റിയിട്ട് അരച്ചെടുക്കുക, വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുക്കുക. അപ്പോൾ നല്ല എരിവ് കുറവായിരിക്കും, നല്ല നിറം ഉണ്ടാകും, നല്ലൊരു കൊഴുപ്പ് കിട്ടും. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. കാര്യം കൊഞ്ചിലേക്ക് ഉപ്പൊക്കെ പിടിക്കട്ടെ. കുറച്ച് മുളകിൻ്റെയൊക്കെ ഒരു പച്ച ആ ഒരു രുചി മാറണം. നമ്മുടെ കൊഞ്ചെല്ലാം ഇങ്ങനെ ചുരുണ്ട് ബ്രൗൺ ഷേപ്പിലാക്കി ആയി കഴിഞ്ഞു. ഒരു പക്ഷേ വാലുണ്ടെങ്കിൽ ഇത്രത്തോളം ചുരുണ്ട് വരില്ല. ഇനി ഇതിലേക്ക് പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് ചുവ വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കാം. വിനാഗിരി എന്ന് പറഞ്ഞാൽ ചൈനീസ് വിനീഗർ, റൈസ് വിനീഗർ എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. ചൈനീസ് റൈസ് വിനീഗർ, അത് അരിയിൽ നിന്നും ഉണ്ടാക്കുന്ന വിനാഗിരിയാണ്. അതാണെങ്കിൽ നല്ലത്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി ആയാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചൈനീസ് റൈസ് വിനീഗർ ഉണ്ട്, ഒരു 2 ടീസ്പൂൺ. ചൈനീസ് റൈസ് വിനീഗർ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് വരുന്നത് കുപ്പിയിൽ, അല്ലെങ്കിൽ സാധാരണ വിനാഗിരി. ഇനി വേണ്ടത് കുറച്ച് സോസുകളാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ചില്ലി സോസ് തന്നെ ചുമന്ന കളറിലും കിട്ടും, പച്ച കളറിലും കിട്ടും. എൻ്റെ കയ്യിൽ പച്ച കളറിലെ ചില്ലി സോസാണ്, അതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ്. എല്ലാ സോസുമായി കണ്ടല്ലോ. ഇനി ഇറക്കി കൊടുക്കും. ഇനി തീ കൂട്ടിയാലും കുഴപ്പമില്ല. ഇനി ഒരല്പം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി കുറച്ച് സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞത്, കുറച്ച് നമുക്ക് ബാക്കി മാറ്റി വെക്കണം. ഇപ്പം തൽക്കാലം നമ്മൾ കുറച്ച് ചേർക്കും. ഇനി പാത്രം ഒന്ന് അടച്ചിടാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിക്കാം. കൊഞ്ച് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചാറക്കൊന്ന് ഇങ്ങനെ കുഴഞ്ഞ് ഇതിൽ പൊതിഞ്ഞിരിക്കുന്ന പാകമായിട്ട് മാറണം. ഒരു 5 മിനിറ്റ് സമയം ഒന്നുകൂടി വേവിക്കാം അടച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തായി നമ്മുടെ സിഷ്വാൻ പ്രോൺസിൻ്റെ അവസ്ഥ, അത് കറക്റ്റ് പാകമായോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. 5 അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് വരെ സമയം വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം നമ്മുടെ സിഷ്വാൻ പ്രോൺസ് ഇവിടെ റെഡി. അപ്പോൾ ആവശ്യത്തിന് വെള്ളം, നമ്മളൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി 1/2 കപ്പ് കുറച്ചുകൂടെ ചാറ് വേണം തോന്നുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പ്രോൺസ് പാകത്തിന് വെന്ത് ചാറെല്ലാം ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാകുന്ന വരെ വെയിറ്റ് ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര കൊഞ്ചിന് ചേർത്തിരുന്നു. ഇനി ഒരു 1/2 ടീസ്പൂൺ ബാക്കിയുണ്ട്. ആ 1/2 ടീസ്പൂൺ ഈ അവസാനത്തെ സ്റ്റേജിൽ ചേർക്കാം. നമുക്ക് അജിനോമോട്ടോ ഒന്നും വേണ്ട, അതൊന്നും ഇല്ലാണ്ട് തന്നെ അജിനോമോട്ടോ നമ്മൾ ഒഴിവാക്കി. ഇനി വേറൊന്നുമില്ല. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഇലകൾ കുറച്ച് നീളത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, അതൊരു നല്ല അലങ്കാരവും കൂടിയാണ്. അത് ഏറ്റവും അവസാനം ചേർക്കാം. നേരത്തെ ചേർത്ത സ്പ്രിംഗ് ഓണിയൻ്റെ കുഞ്ഞതായിട്ടാണ് അരിഞ്ഞത്, ചെറുതായിട്ട്, അതെല്ലാം ഇതിൻ്റെ കൂടെ യോജിച്ച് വരും. ഇതിങ്ങനെ കളർഫുള്ളായിട്ട് ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്കുള്ള പച്ച. ഇനി വേറൊന്നും ചെയ്യാനില്ല, വെള്ളമുള്ള പാത്രത്തിലേക്ക് മാറ്റാം. നോക്കൂ, ഇത് 1/2 കിലോ കൊഞ്ചാണ്.
ചെയ്ത് വന്നപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കും, വളരെ കുറച്ചല്ലേ. പക്ഷേ ഇത് തന്നെ ഒരു 4 പേർക്ക് എന്തായാലും കഴിക്കാൻ സാധിക്കും. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഒരു അലങ്കാരമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ സെഷ്വൻ പ്രോൺസ് കൂടുതലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് ഫ്രൈഡ് റൈസ് പോലുള്ള വിഭവങ്ങളിലൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി, പിന്നെ അല്ലെങ്കിൽ പ്ലെയിൻ റൈസ്, സാധാരണ വൈറ്റ് റൈസ് വേവിച്ചത്, അതിൻ്റെ കൂടെ എല്ലാം കഴിച്ചാലും നല്ലതായിരിക്കും. എന്താ പറയുന്നത്, അപ്പോൾ ഇത്രയും സ്വാദായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷ നോക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക്